നമസ്കാരം. ഫണ്ട് 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, എന്തുകൊണ്ടാണ് ചില കമ്പനികൾക്ക് നല്ല റിസൾട്ട് വന്നാലും ആ ഒരു കമ്പനിയുടെ ഷെയർ വില കൂടാതിരിക്കുകയോ അഥവാ ചില സമയത്ത് കുറയുകയോ ചെയ്യുന്നതെന്നാണ്. ഈ ഒരു സംശയം വളരെയധികം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയൊന്നുമല്ല, വളരെ കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ് ഈ ഒരു സംശയം. അഥവാ ഇതിന് വിപരീതമായിട്ടുള്ളൊരു പ്രതിഭാസവും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതായത് ചില കമ്പനികളുടെ റിസൾട്ട് മോശം റിസൾട്ട് വന്നതിന് ശേഷവും ആ കമ്പനിയുടെ വില ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പലപ്പോഴും വിചിത്രമായി നമുക്ക് തോന്നാം. അപ്പോൾ ഇതിന് പല പല കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളും അതിനെ ബാധിച്ചിരിക്കണം നിർബന്ധമില്ല. ഏതെങ്കിലും ചില കാരണങ്ങൾ ബാധിച്ചേക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിംഗ് എക്സ്പെക്റ്റേഷനാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മളിപ്പോൾ ബിസിനസ് ചാനൽസ് വെച്ച് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മീഡിയ നോക്കുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണാം നമുക്ക് ഒരു ഏർണിംഗ് എക്സ്പെക്റ്റേഷൻ അഥവാ പ്രഡിക്ഷൻസ് നമ്മൾ കാണാം. എക്സാമ്പിളായിട്ട് പറയുന്നത് TCS, വിപ്രോ, RIL ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെയൊക്കെ ഏർണിംഗ് എക്സ്പെക്റ്റേഷൻസ്, ക്വാർട്ടർലി നമ്പേഴ്സ് ഇതൊക്കെ അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പല പല അനലിസ്റ്റുകളും ഇരുന്നിട്ട് പ്രഡിക്റ്റ് ചെയ്ത് അത് പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസ് ഈ ഒരു ക്വാർട്ടറിൽ 1000 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പോസ്റ്റ് ചെയ്യുമെന്നാണ് പ്രഡിക്ഷൻ പറയുന്നത്. അതേസമയം ആക്ച്വൽ ഏർണിങ്സ് വന്നു കഴിഞ്ഞപ്പോൾ അത് 900 കോടിയേ ഉള്ളൂ എന്നിരിക്കട്ടെ. ലാഭത്തിൽ തന്നെയാണ് കമ്പനി. ചിലപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് ചിലപ്പോൾ 500 കോടി മാത്രമായിരിക്കുകയും ചെയ്യാം. അതായത് ഏകദേശം 80% കൂടുതലായി ലാഭം വർദ്ധിച്ചു. എങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നത് 1000 കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പക്ഷേ അത് 900 കോടി രൂപയേ ഉണ്ടായുള്ളൂ. അതായത് ഇത് ഏകദേശം നമ്മളൊരു കുട്ടിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പോലെയാണ്. 100% മാർക്ക് പ്രതീക്ഷിച്ചു, അതേസമയം കുട്ടി 99% മാർക്കേ നേടിയുള്ളൂ. 99% മാർക്ക് എന്ന് പറയുന്നത് മോശം മാർക്കല്ല. അഥവാ കുട്ടി കഴിഞ്ഞ ആഴ്ച നേടിയ 70% ആണെങ്കിൽ പോലും അതിനെ വെച്ച് നോക്കുമ്പോൾ 29% കൂടുതലായ മാർക്കുകൾ നേടി. എങ്കിൽ പോലും ആ ഒരു മാതാപിതാക്കൾ അവർക്ക് സന്തോഷം ഉണ്ടാകില്ല. കാരണം 100% മാർക്കാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരുന്നു. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അത് സന്തോഷത്തെ ഊതിക്കെടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏർണിങ്സിന് സംഭവിക്കുന്നത്. പ്രതീക്ഷിച്ച ഏർണിംഗ് ഇല്ലാണ്ടിരുന്നാൽ അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പ്രോഫിറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, മാർക്കറ്റിനെ അത് ഡ്രാഗ് ചെയ്യും, ആ ഒരു കമ്പനിയുടെ വില കുറയും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ്, ഇതിൻ്റെ ആക്ച്വൽ നമ്പേഴ്സ്, ഞാൻ പറയുന്ന പ്രഡിക്ഷനെ കുറിച്ചല്ല, ഇതിൻ്റെ നമ്പേഴ്സിനെ കുറിച്ചുള്ള ന്യൂസ് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ ലീക്ക് ചെയ്തേക്കാം പല സോഴ്സിൽ കൂടി. അപ്പോൾ ആ ഒരു ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് വരുന്നതിന് മുമ്പും പ്രഡിക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ നിന്ന് അറിഞ്ഞവർ കൂടുതലായി ചിലപ്പോൾ വാങ്ങിച്ചേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ എന്തിനാണ് വാങ്ങിക്കുന്നത്? റിസൾട്ട് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ ഇത് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാങ്ങിക്കുന്നവർ മിക്കവാറും വാങ്ങിക്കുന്ന വോള്യൂം വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ വാങ്ങിക്കുന്നു, അടുത്ത 3-4 ദിവസം ഇതിൻ്റെ വില കൂടുന്നു, ഏർണിങ്സ് വരുന്ന ദിവസം ഇവിടെ ഒരു സെൽ ഓഫ് നടക്കുന്നു. താനെ ആദ്യം കയറി വന്നത് താഴോട്ട് പോകുന്നു. ഇതും ഒരു കാരണമാകാം നല്ല റിസൾട്ട് വരുന്നതിൻ്റെ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് വളരെ സിമ്പിളാണ്. ചിലപ്പോൾ F&O തന്നെ ഓവർ ബോട്ട് സോണിലൊക്കെ ആണെങ്കിൽ ഇത് താഴേക്ക് പോകും. അതിനകത്ത് പിന്നെ വേറെ വലിയ ചോദ്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികളെ സംബന്ധിച്ച് ചില കമ്പനി വളരെ ചെറിയ ബീറ്റാ സ്റ്റോക്സ് ആയിരിക്കും, ലോ ബീറ്റാ സ്റ്റോക്സ് ആയിരിക്കും. അതായത് വോളറ്റിലിറ്റി തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ കാര്യമായിട്ടുള്ളൊരു പ്രവണത കാണിക്കില്ല. ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ റിസൾട്ടിൻ്റെ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ലോ ബീറ്റ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതും ഒരു സംഭവമാകാം. നമ്മൾ വിചാരിച്ചതുപോലെ ഷെയറിൻ്റെ വില നല്ല റിസൾട്ട് വന്നിട്ടും മുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാരണമാകാം. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് കമ്പനിയുടെ ഡെപ്റ്റ് ലെവൽസാണ്. അപ്പോൾ ഡെപ്റ്റ് ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടെല്ലാം നോക്കിക്കഴിയുമ്പോൾ, റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട നമ്പേഴ്സൊക്കെ നോക്കിക്കഴിയുമ്പോൾ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സോ അല്ലെങ്കിൽ NPM ഒക്കെ നോക്കിക്കഴിയുമ്പോൾ വളരെ നല്ല നമ്പേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ അസറ്റ് പോലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഫൈൻ പ്രിൻസിലേക്ക് പോയി കഴിയുമ്പോൾ, റിസൾട്ട് ഇറങ്ങിയിട്ട് ഫൈൻ പ്രിൻസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? ചിലപ്പോൾ ഡെപ്റ്റ് ലെവൽസൊക്കെ കൂടിയിട്ടുണ്ടാവും, കടം കൂടിയിട്ടുണ്ടാകും. മറ്റെവിടെ നിന്നെങ്കിലോ അല്ലെങ്കിൽ അതേ കമ്പനിയുടെ സബ്സിഡിയറിയിൽ നിന്നോ ഒക്കെ കടം കൂടുതൽ എടുത്തിട്ടാകാം ചിലപ്പോൾ നമ്പേഴ്സ് ഇമ്പ്രൂവ് ചെയ്തത്. അത് വായിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ
ഈ കമ്പനി വളരെ ലാഭത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ കടം കൂടി എന്ന കാരണങ്ങൾ കൊണ്ട് ഈ കമ്പനിയുടെ വില താഴേക്കും പോകാം. ആറാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഹെഡ്ജ് ഫണ്ട്സോ അല്ലെങ്കിൽ വലിയ മണി മാനേജേഴ്സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് ലീക്കായിട്ടോ ലീക്കാകാതെയോ അവർക്ക് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഷെയർസ് ഈ ഒരു പ്രത്യേക ദിവസം സെല്ല് ചെയ്യാൻ ശ്രമിച്ചേക്കാം. മറ്റൊന്നും കൊണ്ടല്ല, റിസൾട്ട്സ് വരുന്ന ദിവസം, പ്രത്യേകിച്ച് വലിയ കമ്പനിയുടെയോ ചെറിയ കമ്പനിയുടെയോ ആകട്ടെ, തീരെ ചെറിയ കമ്പനിയുടെ കാര്യമല്ല പറയുന്നത്, ഒരു ഇടത്തരം കമ്പനികളുടെ ആകട്ടെ, റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കും. കുറേ സെയിൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും. അപ്പോൾ ഈ ലിക്വിഡിറ്റി കൂടിയ ഈ ഒരു സമയം മുതലാക്കാൻ വേണ്ടി വലിയ ഹെഡ്ജ് ഫണ്ട്സൊക്കെ ആ സമയം അവരുടെ കയ്യിലുള്ളത് വിറ്റുമാറാൻ ശ്രമിക്കും. ഇതും കമ്പനിയുടെ റിസൾട്ട് വളരെ നല്ലതാണെങ്കിൽ പോലും മാർക്കറ്റ് പ്രൈസിനെ ഡ്രാഗ് ചെയ്യാനുള്ളൊരു കാരണമായി തീരും. ഏഴാമത്തെ കാരണം എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. റിസൾട്ടൊക്കെ ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടൊക്കെ വളരെ നല്ലതായിരിക്കും, എല്ലാ നമ്പേഴ്സും ക്ലാസിക് എക്സലൻ്റ് ആയിരിക്കും. പക്ഷേ ഗൈഡൻസിൽ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് ഇത്ര നന്നായിരിക്കില്ല, ഇതിനേക്കാളും 20% നമ്മൾ ഡ്രോപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നെല്ലാമായിരിക്കും. അതും ഒരു കാരണമാകാം. ഗൈഡൻസ് എന്ന് പറയുന്നത് കമ്പനി തന്നെ, പ്രഡിക്ഷനല്ല, കമ്പനി തന്നെ പുറത്തുവിടുന്ന അടുത്ത ക്വാർട്ടറിലേക്കുള്ള അവരുടെ ഔട്ട്ലുക്കാണ്. അപ്പോൾ മിക്ക വലിയ കമ്പനികളും അവരുടെ ഔട്ട്ലുക്ക് വളരെ സത്യസന്ധമായി തന്നെ അവരുടെ ഗൈഡൻസിൽ അവതരിപ്പിക്കാറുണ്ട്. ഉദാഹരണമായി നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ്. നമ്മളെ കഴിഞ്ഞ 2 ക്വാർട്ടർ മുമ്പ് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരുന്നു, അത് ഗൈഡൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെമി കണ്ടക്ടർ ഷോർട്ടേജ് കൊണ്ട് നമ്മൾ ഏകദേശം സെയിൽസ് ഒരു 20-30% ഒക്കെ സെയിൽസ് ഡ്രോപ്പ് ആവുമെന്നുള്ളത് അവരവരുടെ ഗൈഡൻസിൽ തന്നെ പറഞ്ഞു. ആ ദിവസം ടാറ്റ മോട്ടോഴ്സ് 350 രൂപയിലിരുന്ന് 260 രൂപയിലേക്ക് നേരെ താഴോട്ട് പോരുകയും ചെയ്തു. അപ്പോൾ റീറ്റെയിലർ സെൻറ്റിമെൻറ്റിനെ പലപ്പോഴും ഇത് ബാധിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വരുന്ന റിസൾട്ട് വളരെ നല്ലതാണെങ്കിൽ പോലും ഗൈഡൻസ് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുമ്പോൾ ലാർജ് സെൽ ഓഫ് നടക്കാം. അതൊരു കാരണമാണ്. ഇങ്ങനെ പ്രോഫിറ്റും പെർഫോമൻസും ഒക്കെ കൂടിയിട്ട് കാര്യമായിട്ട് വില കൂടാതെയോ അതായത് അതേ വിലയ്ക്ക് തന്നെ ഏകദേശം നിർത്തപ്പെട്ട ഒരു കമ്പനി നമ്മൾ അടുത്തിടെ കണ്ടു, വേദാന്തയുടെ റിസൾട്ടൊക്കെ വളരെ നല്ലതായിരുന്നു. ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ല റിസൾട്ടുകളും എല്ലാം വന്നു. പക്ഷേ കാര്യമായ പ്രതീക്ഷയൊന്നും വന്നില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രം വന്ന് ചാടി കയറി ആ ഒരു ദിവസങ്ങളിൽ വാങ്ങിക്കുക മാത്രം ചെയ്തു. ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും വിപരീതമാണ് ചില കമ്പനികളുടെ മോശം റിസൾട്ട് വന്നാലും അതിൻ്റെ വില മുകളിലേക്ക് പോകാനുള്ള കാരണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ചിലപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് 1000 കോടി രൂപ നഷ്ടമായിരിക്കാം. അതിനു പകരം കമ്പനി 900 കോടി രൂപയെ നഷ്ടമുണ്ടായുള്ളൂ. ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ 900 കോടി രൂപയെ നഷ്ടമുണ്ടായുള്ളൂ. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചുരുങ്ങിയ നഷ്ടമേ ഉള്ളൂ. കമ്പനി നഷ്ടത്തിലാണെങ്കിൽ പോലും ആ ഒരു ദിവസം വില മുകളിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ പ്രീമിയംസ് ആണ് മൊത്തം കളിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻട്രിൻസിക് വാല്യൂസ് അല്ല. അങ്ങനെയാണെങ്കിൽ വെറും കമ്പനി വളരുന്നതിനനുസരിച്ച് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു കമ്പനിയുടെ വില മാറൂ. ഇത് പക്ഷേ അങ്ങനെയല്ല. വളരെയധികം ഫാക്ടേഴ്സ്, മൈക്രോ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, ഇതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ പ്രീമിയംസ് ബിൽഡ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാർക്കറ്റിലേക്ക് വളരെയധികം ചെറുപ്പക്കാർ കുറേ ഫണ്ട്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവാണ്. FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരിക്കുന്ന ദിവസം പോലും മാർക്കറ്റ് പലപ്പോഴും പിടിച്ചു നിർത്തപ്പെട്ടത് ഇതുപോലുള്ള പുതിയ റീറ്റെയിൽ ഫണ്ട്സാണ്. റീറ്റെയിൽ ഫണ്ട് ഇൻഫ്ലോയാണ്. സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് മാർക്കറ്റ് പിടിച്ചു നിർത്തപ്പെട്ടു. പണ്ടത്തെ കാലങ്ങളിലാണെങ്കിൽ നെറ്റ് FI സെല്ലേഴ്സ് ആണെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും പച്ച കളറിൽ കണ്ടിട്ടില്ല. ഇതോടുകൂടി ഈ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസം സംഭവിക്കുന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.